ഹലോ ഗൈസ്, എല്ലാവർക്കും ഡയഹാർഡ് KBFC എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മത്സരം. ഇന്നലെ നമുക്ക് കിട്ടിയ ചാൻസസ് ഓർത്തിട്ട് എനിക്ക് ഇന്നലെ ഉറക്കം പോലും വന്നില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും ഒരു 3 പോയിന്റുകൾ നമ്മൾ അർഹിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരം. എന്തായാലും ഇന്നലത്തെ മത്സരത്തെ പറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ പരിശീലകനായിട്ടുള്ള ഇവാൻ വുക്കോമാനോവിച്ച് വീണ്ടും ISLലേക്ക് മറ്റൊരു ISL ക്ലബിനെ പരിശീലിപ്പിക്കാൻ വരുന്നു എന്ന വാർത്തയെ പറ്റിയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ കിടക്കാൻ മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ഒരു ഫാമിലി അംഗമാകാൻ മറക്കരുത്. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ മൊറോക്കൻ സൂപ്പർ സ്റ്റാർ നോഹ സദോയിനെ പറ്റി തന്നെയാണ്. നമുക്കറിയാം, പണ്ടൊക്കെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഏതെങ്കിലും ടീമുകൾ ഗോൾ ആദ്യം സ്കോർ ചെയ്താൽ പിന്നെ നമ്മൾ തിരിച്ചടിച്ചാലായി. വളരെ റെയർ ആയിട്ടുള്ള മാച്ചുകളിൽ മാത്രമാണ് നമ്മൾ ആദ്യം ഗോൾ കൺസീഡ് ചെയ്തിട്ട് പിന്നെ കംബാക്ക് നടത്തി വിജയിക്കുന്നതൊക്കെ. എന്തായാലും വിജയിച്ചില്ലെങ്കിലും നമ്മൾക്കിട്ടൊരു അടി കിട്ടിയാൽ നമുക്ക് അതേപോലെ തിരിച്ചടി കൊടുക്കാൻ മുന്നിൽ ഒരാളുണ്ട് എന്ന് നമുക്കിപ്പോൾ ധൈര്യമായിട്ട് പറയാം. ശരിക്കും നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഈ അടുത്ത കാലത്തെങ്ങാണ്ടും ചെയ്ത ഏറ്റവും നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് നോഹ സദോ എന്ന പൊന്നും വിലയുള്ള താരത്തെ നമ്മുടെ ടീമിലേക്ക് എത്തിച്ചത്. മറ്റേ KGF ആ പുള്ളിയൊരു ഡയലോഗ് അറിയൂലേ, ഇവൻ രക്ഷിക്കും. അതേപോലെയാണ് നോഹ സദോയുടെ കാര്യം. നിസ്സംശയം പറയാം, ഹി ക്യാരിങ് അവർ ടീം. നമ്മൾ താഴെ പോയാലും ഉയർത്തിക്കൊണ്ടുവരാൻ അവനെ കൊണ്ട് കഴിയും. അഡ്രിയാൻ ലൂണയ്ക്ക് ശേഷം ഒരു മത്സരത്തിന്റെ അവസാന സെക്കൻഡ് വരെ ടീമിന് വേണ്ടി 100% കമ്മിറ്റ്മെന്റോടെ ചത്ത് കളിക്കുന്ന ഒരു പ്ലെയറെ ഞാനിപ്പോൾ നോഹയിലാണ് കാണുന്നത്. എന്തായാലും നോഹ സദോ എന്ന നമ്മുടെ മൊറോക്കൻ ഈഗിളിന്റെ ഇന്നലത്തെ മത്സരത്തിലെ പെർഫോമൻസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. അടുത്തായിട്ട് പറയാനുള്ളത് നമ്മുടെ മുൻ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനെ പറ്റി തന്നെ. നമുക്കറിയാം, ഈ ഒരു സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമിനെ തന്നെ അണിനിർത്തിയിട്ടും ആദ്യം 3 മത്സരങ്ങളും തന്നെ വൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ടീമാണ് ഈസ്റ്റ് ബംഗാൾ FC. കഴിഞ്ഞ ഒരു സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിട്ടുള്ള ദിമിത്രിയോസ് ഡയമൻഡോക്കോസ്, ഗോൾഡൻ ബോൾ വിന്നർ ആയിട്ടുള്ള മാത്യു തലാൽ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡേഴ്സിൽ ഒരാളായിട്ടുള്ള ജീക്സൺ സിംഗ്, ഏറ്റവും മികച്ച ഡിഫൻഡേഴ്സിൽ ഒരാളായിട്ടുള്ള അൻവർ അലി തുടങ്ങിയ പ്രതിഭാശാലികളായ പ്ലേയേഴ്സിനെയൊക്കെ നല്ല പൈസ കൊടുത്ത് തന്നെയാണ് ഈ ഒരു സീസണിലേക്ക് ഈസ്റ്റ് ബംഗാൾ ടീമിലോട്ട് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയധികം പണം സ്പെൻഡ് ചെയ്തിട്ടും ടീം പെർഫോം ചെയ്യാത്തത് കൊണ്ട് തന്നെ കോച്ച് കാൾസ് ഗ്വാദ്രാദിനെ ഈസ്റ്റ് ബംഗാൾ മാനേജ്മെന്റ് ഉടനെ തന്നെ സാക്ക് ചെയ്യുമെന്നാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇപ്പോഴാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ആരാധകർ ആഗ്രഹിക്കുന്നത് കാൾസ് ഗ്വാദ്രാദ് എന്ന പരിശീലകനെ പുറത്താക്കുകയാണെങ്കിൽ പകരം മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിനെ അവിടെ കൊണ്ടുവരണമെന്നുള്ളതാണ്. ഈസ്റ്റ് ബംഗാൾ FCയുടെ നിലവിലെ സ്ക്വാഡിന്റെ പരിശീലകനായിട്ട് ഇനി എങ്ങാനും ഇവാൻ വുക്കോമാനോവിച്ച് വരികയാണെങ്കിൽ അതൊരു വല്ലാത്ത കലക്ക് തന്നെയായി പോകും. എന്തായാലും ഈസ്റ്റ് ബംഗാൾ മാനേജ്മെന്റ് എന്ത് ഡിസിഷനാണ് ഇനി എടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇവാൻ വുക്കോമാനോവിച്ച് എങ്ങാനും ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ട് വരും? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. ബൈ, സ്റ്റേ ട്യൂൺഡ്.